ഇത്താത്താസ് കിച്ചന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നും പുതുപുത്തൻ രുചിക്കൂട്ടുകളുമായാണ് ഇത്താത്താസ് കിച്ചനിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തുന്നത്. നമസ്കാരം ഇത്താത്ത. നമസ്കാരം. ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള സംഭവമാണ് ലസ്സി. അപ്പോൾ ലസ്സി ഒരു 3 ഫ്ലേവറിൽ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലസ്സി 3 ഫ്ലേവറിൽ. ഇപ്പോൾ ഈ ചൂടുകാലമൊക്കെ ആവുക കാരണം അപ്പം അതെങ്ങനെയാണ്, ഏതൊക്കെ ഫ്ലേവറാണ് നമ്മൾ ചെയ്യുന്നത്? അനാർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏത് ബിസ്ക്കറ്റാണ്? ചോക്ലേറ്റ് ബിസ്ക്കറ്റ്. പിന്നെ കുക്കുംബർ എടുത്തിട്ടുണ്ട്. അനാറ്, ചോക്ലേറ്റ് ബിസ്ക്കറ്റ്, കുക്കുംബർ. അപ്പം ആദ്യം നമ്മൾ ഏതാ ചെയ്യുന്നത്? നമുക്ക് കേട് വേണം, നല്ല കട്ട തൈര്. അതിൽ ഒരു 5 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആദ്യം തൈര്, കട്ട തൈര്, അതിലൊരു 5 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചു വെച്ചിട്ടുള്ളതാണത്. അപ്പോൾ ഈ തൈര് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുക അല്ലേ? അടിച്ചെടുക്കണം. അപ്പോൾ ഇത് അടിച്ചെടുത്ത തൈരാണ്. ഇത് അടിച്ചിട്ടില്ലേ, പഞ്ചസാര ചേർത്തിട്ട് അടിച്ചെടുക്കണം. നമ്മൾ പഞ്ചസാര ഒരു 5 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് വേണം തൈര് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കാനായിട്ട്. നമുക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര എപ്പോഴും പൊടിച്ച പഞ്ചസാര ഉപയോഗിക്കുക. നല്ലോണം പൊടിച്ച പഞ്ചസാര വേണം അല്ലേ? ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടുള്ളൂ. തൈരല്ലേ? മതിയാവോ? മതി. അപ്പോൾ ഇതിൽ 5 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് നമ്മൾ തൈരിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പോൾ 1 കപ്പ് തൈര് 5 ടീസ്പൂൺ പഞ്ചസാര പൊടി ചേർത്തിട്ട് മിക്സിയിൽ നന്നായി അടിച്ചെടുത്തതാണിത്. ഇനി ഇതിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് അല്ലേ? എങ്ങനെയാ അടുത്ത? 2 സ്പൂണോ 3 സ്പൂണോ ഒഴിച്ചു കൊടുക്കുക. 2-3 സ്പൂണോ ഈ അടിച്ചെടുത്ത തൈര്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഏത് ഫ്ലേവർ വെച്ചാലോ അത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 2-3 ടീസ്പൂണ് ഈ അടിച്ചെടുത്ത തൈര് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അതിന് മേലെ നമ്മൾ ഏത് ഫ്ലേവർ ആണോ ഉപയോഗിക്കുന്നത് ആ ഫ്ലേവർ അത് എത്ര വെച്ചിട്ട് ആഡ് ചെയ്യുന്നത്? 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ ഒക്കെ ഉപയോഗിക്കാം. 1-1.5 ടീസ്പൂൺ ഫ്ലേവർ ആഡ് ചെയ്യാം. ഇത് കുക്കുംബറാണ്. ഈ കുക്കുംബർ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ്. അതെ, വെള്ളം ചേർക്കാതെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള കുക്കുംബറാണ്. കുക്കുംബർ ഫ്ലേവർ ആണ് ചെയ്യുന്നത്. വീണ്ടും തൈര് ഒഴിക്കുക. ഇപ്പോൾ 1-1.5 ടീസ്പൂണ് കുക്കുംബർ ഫ്ലേവർ ചേർത്തതിന് ശേഷം വീണ്ടും അതിലേക്ക് തൈര് ആഡ് ചെയ്യാണ്. 2-3 ടീസ്പൂൺ തന്നെയാണോ? അതെ. വീണ്ടും 2-3 ടീസ്പൂണ് തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും കുക്കുംബർ ആഡ് ചെയ്യാം അല്ലേ? അങ്ങനെ മിക്സ് ആക്കിയിട്ടാണ് അത് കൊണ്ടുവരേണ്ടത്. നമ്മുടെ കുക്കുംബർ ഫ്ലേവറിലുള്ള ലസ്സി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇപ്പം ഇന്നത്തെ ചൂടുകാലത്തൊക്കെ ശരീരത്തിന് ഒരു കുളിർമ കിട്ടാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ ലസ്സി. പിന്നെ അടുത്ത ഫ്ലേവർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു ഫ്ലേവർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അതേപോലെ തന്നെ ആദ്യം കുറച്ച് 2 ടീസ്പൂൺ ഇതേ സെയിം പാറ്റേൺ തന്നെ അല്ലേ? ചോക്ലേറ്റ് പൊടി എടുത്തു. അപ്പോൾ ആദ്യം 3 ടീസ്പൂൺ തൈര് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ തന്നെയാണ്. ഇത് ബിസ്ക്കറ്റ് പൊടിയാണ്, ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പൊടിച്ചതാണ്. ഇത് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് മിക്സിയിൽ നന്നായി പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒരു 1.5 ടീസ്പൂൺ നമ്മൾ ഈ 3 ടീസ്പൂൺ തൈര് ഒഴിച്ചതിൻ്റെ മേലേക്ക് ആഡ് ചെയ്യാണ്. അതിൻ്റെ മുകളിൽ വീണ്ടും തൈര് ആഡ് ചെയ്യണം. രണ്ടോ മൂന്നോ ലെയറായിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കണത്. മതിയാവും അല്ലേ? ഒരു ടീസ്പൂൺ കൂടി വെച്ചോളൂ. അപ്പം നമ്മുടെ ചോക്ലേറ്റ് ഫ്ലേവർ ലസ്സിയും ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് അനാർ അല്ലേ?
ഞാനാറ് അടിച്ചു വെച്ചതാണത്, അത് വെച്ചെടുക്കാം. അനാറും നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുള്ള അനാറാണ്. മിക്സ് ചെയ്ത് ഈ 1.5 ടീസ്പൂൺ തന്നെ അടിക്കും. 1-2 ആവാം. വീണ്ടും മീതെ തൈര് ഒഴിക്കണം. നമ്മൾ വീണ്ടും അനാറ് ചേർക്കുകയാണ് തൈര് ചേർത്തതിന് ശേഷം. ഇത് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഏത് തരം ഫ്ലേവർ വേണമെങ്കിലും നമുക്ക് അതിങ്ങനെ മിക്സിയിൽ അടിച്ച് തൈര് ചെയ്യുന്നത്. വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കുക. ചൂടിട്ടോ. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാം. ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് 3 ഫ്ലേവറിലുള്ള ലസ്സി ഇവിടെ ഇത്താത്ത തയ്യാറാക്കി തന്നിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ഗാർണിഷ് ചെയ്യാം. നമുക്ക് എന്താ എടുക്കുന്നത് ഗാർണിഷ് ചെയ്യാൻ? ഇത് അനാറാണ്. അനാറ് മേലിട്ട് കൊടുക്കുക. ചോക്ലേറ്റിൻ്റെ അപ്പോൾ അനാറിലേക്ക് നമ്മൾ കുറച്ച് അനാറ് മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റിലേക്ക് ചെറി അല്ലേ? ഒരു ചെറി വെച്ച് കൊടുക്കുക. അതുപോലെ ബദാം പരിപ്പ് ക്രഷ് ചെയ്തെടുത്താണ്, ചെറുതായിട്ട് പൊടിച്ചെടുത്തതാണ്. അതൊന്ന് മേലെ ഇട്ട് കൊടുക്കുക. കുക്കമ്പറിലേക്ക് ജസ്റ്റ് ഒരു മിനിറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 3 ഫ്ലേവറിലുള്ള ലസ്സിയും ഇന്നത്തെ ഈ ചൂടുകാലത്ത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമ നൽകാൻ പറ്റുന്ന ഏറ്റവും എളുപ്പം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളാണ് ഇത്താത്ത നമുക്കിന്ന് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. സൂപ്പർ, നന്നായിട്ടുണ്ട്. എന്തായാലും നമ്മളിത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. നമ്മുടെ മക്കൾക്കൊക്കെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ലസ്സിയാണ് ഇത്താത്ത നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. എല്ലാവരും പരീക്ഷിക്കുക. അടുത്ത എപ്പിസോഡിലെ പുതുപുത്തൻ വിഭവങ്ങളുമായി നമുക്ക് വരും എപ്പിസോഡുകളിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്. ദിസ് ഇസ് സുജ രാജേഷ് ആൻഡ് ഷൈനി താത്ത.